ചിത്രാജി അവസാനമായിട്ട് പറഞ്ഞ ഒരു വേർഡുണ്ടായിരുന്നു, മോനൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് രണ്ടാമത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് അകത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വേർഡാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മോൻ വലിയ സിംഗേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ട് മോന് ജീവിതം മുഴുവൻ സംഗീതം അവിടെ തന്നെ നിൽക്കും. ഒരു കാര്യം എനിക്ക് ഒരു ഉപദേശം പോലെ തരാനുള്ളത്, നമ്മുടെ ഓരോ സമയത്തും നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യണം. നമ്മൾ എവിടെ എത്തുന്നു, നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം. മ്യൂസിക്കൽ ഇത് പ്രധാനമാണ്, വളരെ പ്രധാനമാണ്, ജീവിതത്തിലും പ്രധാനമാണ്. അതിലേറെ കാര്യം മ്യൂസിക് ഏറ്റവും ടഫാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്. മ്യൂസിക്കിൽ നമ്മൾ ജീവിതത്തിൽ അത് പെട്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാം. ഒരാളൊരു തിരിച്ചൊരു അടി തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ മ്യൂസിക്കിൽ അടി തരാൻ ആരുമില്ല. നമുക്ക് സെൽഫ് റിയലൈസ് ചെയ്യണം. നമ്മൾ എവിടെ തെറ്റുന്നു, എവിടെ ശ്രുതി പോകണു, ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മളുടെ സീനിയർ നിൽക്കുമ്പോൾ കേൾക്കണം. അതിൻ്റെ കൂടെ നല്ലൊരു ഗുരു ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഗുരുവിനെ സെലക്ട് ചെയ്യാം. ഈ ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ ഉയർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. നമ്മളുടെ കൾച്ചറാണ് നമ്മളുടെ സംഗീതം. ഇത് മോന് മനസ്സിൽ വയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്. മോന് നല്ലൊരു സംഗീതത്തിന്റെ ഭാവി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സജിന് മാർക്സ് കുറവാണ്. പക്ഷെ ഓഫ് കോഴ്സ് എന്തുപറ്റി പറഞ്ഞോളൂ. ഇടയ്ക്ക് വയ്യാതെ ആയിപ്പോയി. ഇവിടെ വന്നപ്പം ഹെഡ് ഇഞ്ചുറി വന്നിട്ടല്ലേ, അതെല്ലാം ഒരു നെഗറ്റീവായി പോയി. ചിത്രിച്ച് പറഞ്ഞു അന്നത്തെ ദിവസം ഷൂട്ടുള്ള സമയത്ത് പാടണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും എഴുച്ചൊന്ന് പാടി. അന്ന് ഇതുവരെ പാടിയ ഏറ്റവും ഹൈ മാർക്കായിരുന്നു. അത് ശരി. അപ്പോൾ യു ഹാവ് ഇറ്റ് ഇൻ യു സജിൻ. മാർക്സ് കുറഞ്ഞിട്ട് വോട്ട്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ സജിന് തീർച്ചയായിട്ടും യു കുഡ് ഹാവ് സ്റ്റേഡ് ഇൻ ദിസ് ഷോ. ബട്ട് വോട്ട്സും എന്തോ ഓഡിയൻസിന് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ട് സജിൻ്റെ സിംഗിങ്ങിൽ നിന്നും. ബട്ട് എന്താ പറയുക, ചിത്ര ചേച്ചി വരെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞു സജിൻ ഒരു നല്ല കഴിവുള്ള ഒരു മ്യൂസിഷ്യനാണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഫോർ യു, ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു യു ഫോർ എവറിത്തിങ് യു ഡു ഇൻ യുവർ ഫ്യൂച്ചർ. എന്താണ് സജിൻ പറയാനായിട്ട് ഒരുപാടുണ്ട്. ബി ഫ്രീ ടു സേ എനിത്തിങ് യു വിഷ്. ഓക്കെ, താങ്ക് യു. ആദ്യം പറയേണ്ടത് ദൈവത്തിനോട് നന്ദി എനിക്കിവിടെ പാടാൻ പറ്റിയതിൽ. പിന്നെ ഞാനിപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ചിത്രേശ്വര മുമ്പിൽ പാടിയപ്പോൾ ഡിഗ്രി എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതുപോലെയാണ്. മ്യൂസിക്കാണ് പഠിക്കണേ അല്ലേ? മ്യൂസിക്, അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ കോപ്പിയല്ല, എന്നാലും ചിത്രേച്ചിയെ വിചാരിച്ചിട്ടാണ് ഈ ഷോയ്ക്ക് ഞാൻ ഓഡിഷന് വന്നത്. അപ്പം ചേച്ചി കാണണം പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. 10 പാട്ട് ഇപ്പോൾ ചിത്രേച്ചിന് മുമ്പിൽ പാടി. ഇനി ഒന്നും വേണ്ട. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 5ാമത്തെ റൗണ്ട് ആയപ്പം സാഡ് സോങ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടി. അടുത്ത മാസം റിലീസാകുന്ന പട്ടാളം എന്നുള്ള ഫിലിമിൽ ജാസി സാർ എന്നെ കൊണ്ട് 2 പാട്ട് പാടിപ്പിച്ചു. അടുത്ത മാസം റിലീസാണ് ഫിലിം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് ഞങ്ങളിവിടെ 3 men ആർമി ആയിട്ട് നടക്കുന്ന ഞങ്ങൾ 2 പേരുണ്ട്. എൻ്റെ കൂടെ 2 പേര്, ഒന്ന് ആൻ്റണിയും ഒന്ന് അയനയും. പിന്നെ ഞാൻ അയനയും സജിനും. ഓക്കെ, എല്ലാവരും എന്താ പറയുക. പിന്നെ അതുപോലെ ആൻ്റണിയുടെ അടുത്തൊരു താങ്ക്സ് ഉണ്ട്. ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ ആൻ്റണി കൂടെ ഉണ്ടായിരുന്നു. റെക്കോർഡിങ്ങിന് പിന്നെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാവരുടെയും പാരൻസ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വെരി വെരി സ്പെഷ്യൽ. പിന്നെ രഘുറാം സാറ്, ഹെർല സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഔട്ടാകുമ്പോൾ മിസ് ചെയ്യുന്ന എൻ്റെ 2 അനിയത്തി കുട്ടികളുണ്ട്. ഒരാളെന്ന് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി, രമീസ് ഷിക. ശരിക്കും എന്താ പറയുക, രമീസ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്, ഷിക ഒറ്റയ്ക്കായി പോയി.
ഓക്കെ. ഒരിക്കലും ഇല്ല, നിങ്ങളെല്ലാവരും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ എന്താ പറയാ, ആബിദ്, സലീജ്, സഞ്ജയ്, ഷെബിൻ, ഞാൻ എല്ലാവരും പേരും പറഞ്ഞോട്ടെ, ഓൾ മെയിൽ കണ്ടസ്റ്റൻസ്. പിന്നെ നമ്മളിന്ന് ഇവിടുന്ന് ഔട്ടായ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ നാട്ടുകാരനാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഓരോ എലിമിനേഷനിലും ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഔട്ടായി. ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ഔട്ടായി. അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ജീവൻ ഇപ്പം ജീവൻ്റെ അവിടെ വീണ്ടും ഞങ്ങൾ ചേർന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നടന്ന പിന്നെ മരിച്ചാലും കുഴപ്പമില്ല, എനിക്കൊരു 4 വരി ചിത്ര ചേച്ചിയായിട്ടൊന്ന് പാടണം. ഓക്കെ, ഞാൻ റെഡി. താങ്ക് യു ചേച്ചി. ഓ ദിൽറുബാ ഇനി സംഗമോത്സവം, ഓ ദിൽറുബാ ഇനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഓ ബാദശാ ഇത് സ്വർഗസംഗമം, ഓ ബാദശാ ഇത് സ്വർഗസംഗമം. താങ്ക് യു. പിന്നെ ഒരു സാഹസം കൂടെ ചെയ്തു. ഞാനിപ്പോൾ ഒരു പുതിയൊരു ആൽബം ഞാൻ തന്നെ കമ്പോസ് ചെയ്തു. അത് ഞാൻ ജസ്റ്റ് റഫ് പാടി വെച്ചു. എനിക്ക് ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അത് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ചേച്ചി, ഞാൻ ആബിത്തിൻ്റെ ഉമ്മയെ മിസ് ചെയ്തു. എനിക്ക് മെയിനായിട്ട് പറയാനുണ്ട് 2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാ പാരൻസും മെയിനായിട്ടൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോഴും ഞാൻ എൻ്റെ അനിയൻ എല്ലാവരും ഇവിടെ അറിയാം, ഗോപു ഇവിടെ വന്നിട്ടുണ്ട്. ഗോപു ഇപ്പോൾ ചെന്നൈയിൽ അവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോയി. അപ്പം അവൻ്റെ അമ്മ ഞാൻ വന്ന് അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു വലിയ താങ്ക്സ് പറയുന്നത്, കഴിഞ്ഞ 2 ഷെഡ്യൂളിലോട്ട് ഗോപു പോയതിനു ശേഷം പിന്നെ അവിടെ നിൽക്കില്ല, ഞാൻ അങ്ങനെ വലിയൊരു താങ്ക്സ് പറയേണ്ടത് ആൻ്റണിയുടെ അമ്മയുടെ അടുത്താണ്. എനിക്ക് നോ വേർഡ്സ് ടു സേ. അങ്ങനെയാണ് നോക്കുന്നത്, സ്വന്തം മോൻ ആൻ്റണി. ഞാനും ഇങ്ങനെ ട്വിൻ ബ്രദറിനെ പോലെ അങ്ങനെ. പിന്നെ ഇടയിൽ ജോഷി ഉണ്ട്, അനിയൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. അതിന് താങ്ക്സ്. വേറെന്താ, പിന്നെ സാം സാറിൻ്റെ അടുത്തും മാർട്ടിൻ സാറിൻ്റെ അടുത്തും താങ്ക്സ്. പിന്നെ അതുപോലെ ആപ്പിൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ അതുകൊണ്ട് പാടാൻ പറ്റിയല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ റിയാലിറ്റി ഷോയിൽ പാടുന്നത്. പിന്നെ മെയിൻ രഘുറാം സാറ് ഞാൻ സാറിൻ്റെ അടുത്ത് വെറുതെ ഗസ്റ്റ് അടിച്ചിരുന്നു. സാറേ ഞാൻ ചിലപ്പോൾ ഔട്ടാകുന്നു. സാർ എന്നെ കെട്ടിപ്പിടിച്ചു, സമാധാനിപ്പിച്ചു. പിന്നെ ഒരു വലിയ സന്തോഷം എന്ന് ചിത്ര ചേച്ചി എന്നെ മോനെ എന്ന് വിളിച്ചു. ഓക്കെ, വേറെ എന്താ, ഫ്രണ്ട്സ് അതാണ് മെയിൻ. പിന്നെ ജഡ്ജസ് 2 മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. ഒരു കാര്യം മെയിനായിട്ട് സലീജ് പ്രോമിസ് ചെയ്യിച്ചിട്ടാണ് എന്നെ കയറ്റിയത്, കരയരുതെന്ന്. അതിനിപ്പം ഞാനടുത്ത് ചിലവ് ചോദിക്കാണ്. ഒരു പൊടി ഞാൻ കരഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ ഞാൻ പറയുന്നു എല്ലായിടത്തും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സജിൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ദി വെരി ബെസ്റ്റ് ടു യു. ആൻഡ് ഷുവർ സജിൻ്റെ യാത്ര ഒരിക്കലും ഇവിടെ തീരുന്നില്ല, നമുക്ക് ഇനിയും കാണണം. വി വാണ്ട് ടു സീ യു ആസ് എ പ്രൊഫഷണൽ, ഒരു പെർഫോമർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പുതിയ ഫിലിമിനും പുതിയ ഈ ആൽബം പ്രോജക്റ്റിനൊക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ടു യു. ഐ എം ഷുവർ ഇറ്റ് വിൽ ഡു വെൽ. ഗോഡ് ബ്ലെസ് യു. ആൻഡ് നമ്മുടെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ വി ആർ പ്രസന്റിംഗ് യു വിത്ത് എ മെമെന്റോ. ജഡ്ജസിന്റെ കയ്യിൽ പോയി വാങ്ങിച്ചു.